ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസം ശേഷമാണ് വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വിടാത്തത്. ആരും ചോദിച്ചൊന്നുമില്ല എന്താ വീഡിയോ എവിടെ നിന്നും. പക്ഷെ എനിക്ക് തന്നെ ഇടണമെന്നുണ്ട്. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, അതുകൊണ്ട് എനിക്കിത് തോന്നി ഇടണമെന്ന്. പക്ഷേ ബിസി കാരണം ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആട് 3 ഞാൻ ഇന്ന് കണ്ടിരിക്കുകയാണ്. പടം ഒരു ബിലോ ആവറേജ് പടം എന്ന് തന്നെ പറയാം. വലിയ സുഖമൊന്നുമില്ല. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മിഥുൻ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബുവാണ്. നമ്മൾ ജയസൂര്യയുണ്ട്, പിന്നെ വിനായകനുണ്ട്, സണ്ണി വേനുണ്ട്, ധർമ്മജനുണ്ട്, പിന്നെ ഫുക്രു ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആക്ടേഴ്സ് വരുന്നത്. പടം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു സ്ലോയിൽ പോണ പടം കേട്ടോ. ഒരു സുഖമില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് പോണേ. എനിക്കിതിൽ ഏറ്റവും വർക്കൗട്ടായി, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. എനിക്കിത് വന്നിട്ട് മറ്റേ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് തൂറിയൊന്നും ആരും അറിയരുത്, മനസ്സിലായല്ലോ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ പറയണേ. എനിക്ക് ആകെപ്പാടെ അതിനകത്ത് വർക്കൗട്ടായത് കോമഡി മാത്രമാണ്, വേറെ ഒന്നും വർക്കൗട്ടായിട്ടില്ല. കോമഡി സെറ്റാണ് കേട്ടോ. ധർമ്മജനൊക്കെ എന്നാ സാധനം പടച്ചു വിടണേ, അടിപൊളിയാണ്. ധർമ്മജനൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് നമ്മുടെ തിയേറ്റർ മൊത്തം, ഞാൻ കൃപയിലാണ് പോയത്, ആ തിയേറ്റർ മൊത്തം ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര അട്ടഹസിച്ച് ചിരിക്കുക, എന്താ പറയുക, എല്ലാവരും ഭയങ്കര ചിരിയാതാണ്. അടിപൊളിയാണ്. ആക്ച്വലി കോമഡി നന്നായിട്ട് പറയും. പക്ഷെ കഥയില്ല, ഒരു സുഖമില്ല. ഒരു പഴയ കാര്യം, അവരുടെ പഴയ കാര്യം മുൻജമ്മോ എന്നൊക്കെ പറയത്തില്ല, ആ മുൻജമ്മോ ആ കറണ്ട് സിനാരിയൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താൽ കാണിക്കുന്നത്. പക്ഷെ എവിടെയോ എന്തോ ഒരു മിസ്സിങ്. ബീജിയൊക്കെ എന്തോന്നാണ് പടച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ, പാട്ടൊക്കെ എന്തോന്നാണ്. ഇടയ്ക്കൊക്കെ ഒരു കൂവൽ സൗണ്ടൊക്കെ അതിനകത്ത് തോന്നുന്നു കേട്ടോ. ഞാൻ നോക്കിയ ആൾക്കാർ കൂവണമെന്ന്, അത് ആൾക്കാർ കൂവണമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഈ പാട്ടിൻ്റെ അകത്ത് എന്തോ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. എന്തോന്ന് എനിക്കറിയാം. ഇവിടെ ഭയങ്കര ഇടയ്ക്കൊരു BGM ഫസ്റ്റ് ഹാഫിൽ ഒരു BGM ഒക്കെ ഉണ്ട്. അതൊക്കെ വെറും അവതാരം, ഒരു രക്ഷയില്ല. സ്റ്റുപ്പിഡ് സാധനമായിരുന്നു അത്, എനിക്കിഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ പറയില്ല, ഞാൻ ഓണസ്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ പടം കണ്ട മിക്കവർക്കും ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അകത്ത് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇത് കണ്ടിട്ടോ നെഗറ്റീവ് ഓളിയാണ്, നെഗറ്റീവ് വന്ന് തള്ളി വയ്ക്കണമെന്ന് പറയരുത്. ഒരു 500 അല്ലെങ്കിൽ അതിന് താഴെയുള്ള ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ സാധാരണക്കാർ എന്ത് ചിന്തിക്കുന്നുവോ ആ കാര്യം തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് വിളമ്പണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ 2 മണിക്കൂറും 20 മിനിറ്റുമാണ് പടം. ഒരു ഫസ്റ്റ് ഹാഫ് ഓക്കെ സെറ്റ്. എനിക്ക് സത്യം പറഞ്ഞ് ആ ലാസ്റ്റ് പോർഷൻ, ഓണസ്റ്റ് ആയിട്ട് പടം കണ്ടവരും പറയും, ലാസ്റ്റ് പോർഷനിൽ പിന്നെ വിനായകനും ജയസൂര്യയും വന്നിട്ട് കറണ്ടിൽ വന്നില്ലേ, പുതിയ വിനായകൻ എന്ന് വെച്ചാൽ കറണ്ടിൽ നിൽക്കുന്ന വിനായകൻ ഓൾഡിലും പോയി, പിന്നെ ഓൾഡായിട്ട് നിൽക്കുന്ന ജയസൂര്യ വന്നിട്ട് കറണ്ടിലും വന്ന്. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലവർ കാണാത്തവർക്ക് ഇതെന്ത് തേങ്ങയാണ് ഈ കറണ്ട് ഓൾഡ് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പടം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പടം കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറയണേ. നിങ്ങൾക്കിപ്പോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഫ്രീ ആണ്, പൈസ ഓക്കെയാണ്, ഒരു ഓൺ ടൈം എനിക്ക് പോയി ഇന്ന് ചിരിക്കണം, ഒന്ന് ഫാമിലി ആയിട്ട് പോയി ഒന്ന് ചിരിക്കാൻ, ഒന്ന് എൻജോയ് ചെയ്യാം. ലൈക്ക് പടമായിട്ടല്ല, ഒന്ന് ചിരിക്കാനും ഒരു പടം ചുമ്മാ ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ പടമാണിത്. അത്രേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഇത് മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം, OTT ഇറങ്ങുമ്പോൾ വാച്ച് ചെയ്യില്ല, അതൊന്നും ഞാൻ പറയത്തില്ല. സമയം ഉണ്ടെങ്കിൽ പോയി കാണും, അത്ര തന്നെ. അങ്ങനെയൊക്കെ ഒരു പടമാണിത്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയില്ല, കാരണം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ എനിക്ക് തെറി വിളിയുടെ അഭിഷേകമായിരിക്കും അത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ അതുകൊണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. ആവശ്യമുള്ളവർ പോയി കാണണ്ടേ, അത്ര തന്നെ. ബൈ.